ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മളാരെയൊക്കെ മറന്നാലും മറക്കാത്ത ഒരാളുണ്ട് അനീഷ്. അനീഷിൻ്റെ പെർഫോമൻസിൽ ഒന്നൊന്നര പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ അനീഷിനെ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നില്ലേ? കുറച്ച് പേരെങ്കിലും അനീഷ് മലയാളം സീസൺ 7 വിന്നറാകണമെന്ന് ആഗ്രഹിച്ചില്ലേ? പക്ഷെ അത് നടന്നില്ല. എന്നാൽ അനീഷ് വിന്നറായതുപോലെ തന്നെയാണ്. അപ്പോൾ അവർക്ക് ടാസ്ക് കൊടുത്തിരുന്ന ഹോട്ടൽ ടാസ്ക്. അതിൻ്റെ GM ആയിട്ടിരുന്നത് ലക്ഷ്മിയാണ്. ഗസ്റ്റായിട്ട് വന്നത് ശോഭയും ഷിയാസും. നമ്മളത് കണ്ടതല്ലേ. അപ്പോൾ അവിടെ അവർ നല്ലതുപോലെ പെർഫോം ചെയ്തു. അനീഷും ഷാനവാസും. പക്ഷെ അവർക്കിങ്ങനെ പണി കൊടുത്തോണ്ടേയിരുന്നു. എന്നിട്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം അവർക്ക് സ്റ്റാർ കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അത് കൂടുതൽ പ്രതികരിച്ചത് അനീഷാണ്. അപ്പോൾ അവിടെ അനീഷ് ലക്ഷ്മിയോട് പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അനീഷ് പറയുന്നത് GM ആയിരിക്കുന്ന ലക്ഷ്മി സ്വന്തം വർക്കേഴ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ, അവരെ ആരെങ്കിലും അപമാനിച്ചാൽ ആദ്യം ശബ്ദമുയർത്തേണ്ടത് GM ആണ്. കാരണം അവരാണ് ഹോട്ടൽ ഉടമ. പക്ഷേ ഇവിടെ GM ശബ്ദമുയർത്തിയില്ല. പിന്നെ പറയുന്നത്, നിങ്ങളൊരു മനുഷ്യനെ എത്രമാത്രം അപമാനിക്കാമോ അത്രമാത്രം അപമാനിച്ചു. ഇത്രയും ക്രൂരമായ അനീതി നടന്നിട്ട് നിങ്ങളൊരു വാക്ക് മിണ്ടാത്തത് കൊണ്ട് നിങ്ങൾ ഈ സ്ഥാനത്തിന് അർഹയല്ല. ആരാ? GM. അതിനിടയിലാണ് ലക്ഷ്മിയുടെ ഡയലോഗ്. ഇപ്പോഴാണോ തലയിൽ തേങ്ങ വീണത്? ഇപ്പോഴാണോ ബുദ്ധി ഉദിച്ചേ? അപ്പം അനീഷിന് ഭയങ്കര കലിയ. അപ്പം അനീഷ് പറയാം, നിങ്ങളിതിന് ശരിയായി പ്രതികരിച്ചില്ലെങ്കിൽ പ്രതികരിക്കുന്നത് വരെ ഞാനിവിടെ കുത്തിയിരിക്കും. നോക്കിയേ, അനീഷാണെങ്കിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുക. അനീഷ് പറയാം, ഞാനിവിടുന്ന് എണീക്കില്ല. നിങ്ങളിതിന് പ്രതികരിക്കുന്നത് വരെ ഞാനിവിടെ കുത്തിയിരിക്കും. കാരണം നിങ്ങൾ അത് ക്രൂരമായിട്ട് ആണ് ഇടപെട്ടത്. ക്രൂരമായ അനീതിക്കെതിരെ ഒരു ചെറു വിരൽ പോലും നിങ്ങൾ അനക്കിയിട്ടില്ല. അതുകൊണ്ട് ഇത് നിങ്ങളുടെ കുടില ബുദ്ധിയാണ്. അപ്പം ലക്ഷ്മി പറയുന്നത്, സ്റ്റാർ കിട്ടാത്തതിൻ്റെയും നോമിനേഷൻ പവർ തിരിച്ചു കിട്ടാത്തതിൻ്റെയും വിഷമം ഇപ്പോഴല്ല തീർക്കേണ്ടത്. അപ്പം ഇത് പറയുമ്പോഴൊക്കെ അനീഷിന് ഭയങ്കര ദേഷ്യമാണ്. അപ്പം അനീഷ് പറഞ്ഞ, ഒരിക്കലും അത് പറയരുത്, അതും ഇതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. അപ്പം അനീഷ് പറയും, നിങ്ങളുടെ കുടില ബുദ്ധി, കുശാഗ്ര ബുദ്ധി. ഈ വാചകമൊക്കെ എവിടെ നിന്ന് കിട്ടുന്നോ എന്തോ. അതാണ് നിങ്ങളിപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മിയോട് പറയാണ്, സത്യസന്ധത, ന്യായം ഇതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇവിടം വരെ എത്തുന്നതിനുള്ള മുഖമുദ്ര. അത് ശരിയാണ് കേട്ടോ. പുള്ളി സത്യസന്ധൻ തന്നെ, നമുക്ക് കണ്ടതല്ലേ. ഞാൻ ആരെക്കുറിച്ച് ഒരു മോശം പറയുന്നത് കേട്ടിട്ടേയില്ല. അതുപോലെ നുണ പറയുന്നത് കേട്ടിട്ടില്ല. പുള്ളിയുടെ രീതി പ്രത്യേകത തന്നെയായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമല്ലേ. ഈ ഒരു 100 ദിവസം നിന്ന സമയത്ത് നമ്മൾ ആരെക്കുറിച്ചും പുള്ളി പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ആരെയും കുറ്റപ്പെടുത്തി പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ആരെയും കെടുത്തി പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അത് പറയുന്നത് ശരിയാണ്. പുള്ളി സത്യസന്ധതയും അതുപോലെ ന്യായവും പുള്ളിയുടെ ഭാഗത്തുണ്ട്. അത് കറക്റ്റാണ്. നല്ലൊരു മനുഷ്യനാണ്. അപ്പം ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് അനീഷ് പറയുന്നത്. ഒരു നല്ല മനുഷ്യനായി തന്നെ ആയിരിക്കുമെന്നാണ് അനീഷ് പിന്നെയും പറയുന്നത്. പിന്നെ പറയുന്നത്, ആരൊക്കെ എന്നെ ചവിട്ടി മെതിച്ചാലും ഒരിക്കലും ഞാൻ തളരില്ല. അതോർത്താൽ നിങ്ങൾക്ക് നല്ലത്. ഭയങ്കര ഡയലോഗ്സാണ് കേട്ടോ. പുള്ളിക്കാരൻ ഇത് കളിക്കുകയാണെങ്കിലും ഈ ഡയലോഗ്സൊക്കെ ഭയങ്കര നമ്മുടെ ഹൃദയത്തിലോട്ട് കയറുന്ന ഡയലോഗ്സാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ അനീഷ് നമുക്ക് മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റത്തില്ല. എനിക്കാണ് അനീഷിനെ കാണണമെന്ന് ആഗ്രഹം. നിങ്ങൾക്കും ആഗ്രഹമില്ലേ അനീഷിനെ കാണാൻ?